ഹലോ, നമ്മുടെ ആന്തൂറിയം ക്രിസ്റ്റാലിനും സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ എൻ്റെ മദർ പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട്. തൈകളെന്ന് പറയാൻ പറ്റില്ല, നല്ല മെച്ചുറായിട്ട് ഉള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. ഈ നടുക്കിരിക്കുന്നത് എൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി വെട്ടി ഇതുപോലെ ഇപ്പം തൊട്ടടുത്തിരിക്കുന്ന ചെടികളുടെ അത്ര ഉണ്ടായിരുന്ന എൻ്റെ മദർ പ്ലാന്റ് ആണ്. അതാ വീണ്ടും നല്ല ബുഷിയായി. നമ്മുടെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് റെഡിയായ സമയത്ത് അവർ വീണ്ടും നല്ല ആയിട്ടുള്ള മദർ പ്ലാന്റ് ആയിട്ട് മാറി. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ആദ്യം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇരുന്നതെന്ന് കാണിച്ചു തരാം. അന്നും നല്ല ബുഷിയായിട്ട് തന്നെയാണ് ഇവർ ഇരുന്നേച്ചത്. വീണ്ടും അത്രയും തന്നെയായി. എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു അന്ന് ഈ പ്ലാന്റ് ഇങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കാനായിട്ട്. ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറാണ് പറഞ്ഞത്, എന്തായാലും സെയിൽ ചെയ്യാനായിട്ട് വേണ്ടിയാണല്ലോ നമ്മൾ ഈ പ്ലാന്റ് വാങ്ങിയത്, ഇനിയും ഇതിലുണ്ടാകുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ബ്രദറിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അങ്ങനെ മുറിച്ച് മാറ്റി പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് മാറി. ഞാൻ ഇനി ആ പണ്ട് എങ്ങനെ ഇത് ഇരുന്നേച്ചെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് തൈകൾ മാറ്റുന്നതിന് മുന്നേ ഇവർ വളർന്നിട്ടുണ്ടായത്. കുറച്ച് മുമ്പ് കണ്ടത് ഇപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ബുഷിയായതാണ് കേട്ടോ. കണ്ടോ, ഇത്രയും തിക്കായിട്ട് നിന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. പഴയ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തത് ഇതിലോട്ട് വീണ്ടും ആഡ് ചെയ്തതാണ് കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇങ്ങനെ ഇരുന്നേച്ച പ്ലാന്റ് ആണ്. ഇതിൽ തന്നെ ചുവടുകളിലായിട്ട് ഒത്തിരി തൈകളുണ്ട്, നമുക്ക് മാറ്റി നടാൻ പറ്റിയ ഒത്തിരി തൈകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ആന്തൂറിയം ക്രിസ്റ്റാലിനം വളരെ ചെറിയ 2-3 ലീവ്സോട് കൂടി വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ ഓൺലൈനിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. 1250 രൂപയാണ് ഞാൻ ആ 3 ലീവ്സോട് കൂടിയ പ്ലാന്റിന് വേണ്ടി ചിലവാക്കിയത്. പക്ഷെ അതിലെനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം അത്രയും നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് ആന്തൂറിയം ക്രിസ്റ്റാലിനം എന്നുള്ളത്, മിനിയേച്ചർ ടൈപ്പ് കേട്ടോ. അത് ഞാൻ കൊണ്ടുവന്ന് വെച്ച് നട്ടു. ഒരു സിംഗിൾ ഷൂട്ട് പോലെയാണ് കേട്ടോ അത് ഇരുന്നേച്ചത്. അതിനുശേഷം ഒരു 1 ഇയറോളം ആ പ്ലാന്റ് ഇരുന്നാണ് എനിക്കിതാ ഈ ഒരു ബുഷി പ്ലാന്റായിട്ട് മാറിയത്. നമ്മുടെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ഇവരിങ്ങനെ പൊട്ടിമുളച്ചിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ വലിയ പോട്ടിൽ തന്നെയാണ് നട്ടിരിക്കുന്നത്. കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ ഇത് ഒന്നുകൂടി ഇലകളൊക്കെ ആയിട്ട് നിന്നേനെ. എങ്കിലും ഇലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഉണ്ടാവുന്നതിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പഴയ വീഡിയോയിലുള്ള അതേ ഇത് തന്നെയാണ്. ഞാൻ ആ വീഡിയോ തന്നെ ക്ലിപ്സ് തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. അന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു, ആ ഒരു മദർ പ്ലാന്റ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഇവരെയൊക്കെ നട്ടു. ഇങ്ങനെ കുറേ പീസുകളായിട്ട് എനിക്ക് എടുക്കാൻ കിട്ടി കേട്ടോ. ഇങ്ങനെ നട്ട് വെച്ചു. കണ്ടോ, പുതിയ പോട്ടുകളിലൊക്കെ ആയിട്ട് നട്ടു വെച്ചു. പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിലെ ക്ലിപ്സുകളാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാണ്. ഇത്രയും പ്ലാന്റ്സ് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും എൻ്റെ പ്ലാന്റ് ബുഷിയായതും ഈ മാറ്റി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് സെയിലിന് റെഡി ആയിട്ടുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അത്രയും അടർത്തി മാറ്റിയ കുഞ്ഞൊരു പ്ലാന്റാണ് വീണ്ടും ബുഷിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ മദർ പ്ലാന്റ് ആണ് അത്. എൻ്റെ മദർ പ്ലാന്റ് എനിക്ക് പഴയ രീതിയിൽ തന്നെ അതിസുന്ദരിയായിട്ട് തിരിച്ചു കിട്ടി. നല്ല പച്ച കളർ ലീവ്സ് ഒന്നുകൂടി ഫ്രഷായി എൻ്റെ പ്ലാന്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടമില്ല. നിങ്ങൾ എത്ര ഒരു റേറ്റിൽ നിങ്ങൾ വാങ്ങിയാലും അതിലൊരു നഷ്ടമില്ല. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് തന്നെ വീണ്ടും ഇത് സെയിൽ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉള്ള ഒരു അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലാന്റാണ്, ഇൻഡോർ പ്ലാന്റാണ് ആന്തൂറിയം ക്രിസ്റ്റാലിനം എന്ന് പറയുന്നത്. ആന്തൂറിയത്തിൽ ഇങ്ങനെയുള്ള ഇലകൾക്ക് ഭംഗിയുള്ള ചെടികൾക്കാണ് കൂടുതലും റേറ്റ് വരുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതും വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ മദർ പ്ലാന്റിന് അത്ര കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഷൂട്ട്സ് അതിലില്ല. എന്നിട്ടും നിങ്ങൾ നോക്കുക എന്തുമാത്രം ഇലകളുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4 പ്ലാന്റ് മാറ്റിയെടുക്കാനുള്ള ഷൂട്ട്സാണ് അതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ആദ്യത്തെ മദർ പ്ലാന്റ് എങ്ങനെയാണ് നിന്ന് അത്രയും ബുഷി തന്നെയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇനിയും പ്ലാന്റ്സ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ആന്തൂറിയം ക്രിസ്റ്റാലിനത്തിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്ത പ്ലാന്റ്സ് ഒക്കെ റെഡി ആയിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്, നിങ്ങൾ ഓർക്കണം. 3 ലീവ്സ് ഉള്ള. അപ്പോൾ ഞാൻ വാങ്ങിയ സമയത്ത് 1250 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്ലാന്റാണ് ആ ഒരു റേറ്റിൽ ഞാൻ വാങ്ങിയത്. ഈ ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബുഷിയായിട്ട് വലിയ പ്ലാന്റായിട്ട് വന്നിട്ടുണ്ട്. 2 ഷൂട്ട്സ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 2 പ്ലാന്റായിട്ട് മാറ്റി നടാം. പെട്ടെന്ന് ഇലകൾ പൊട്ടിമുളച്ച് ബുഷിയായി കിട്ടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് നട്ടിട്ടുള്ളത് കൽപ്പൊടിയിലാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പോട്ടി മിക്സ് ഒന്നും ഇതിനു വേണ്ടി ഞാൻ റെഡിയാക്കിയില്ല. ഈ കാണുന്ന പ്ലാന്റ് കണ്ടോ, ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെറിയൊരു ചട്ടിയിൽ വളർത്തിയതാണ്. അതുകൊണ്ടാണ് ഇത്രയും
നാരോ ആയിട്ടുള്ള ലീവ്സ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ വലിയ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ഇത്രയുള്ള കുറച്ചും കൂടി വലിപ്പമുള്ള ലീവ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് നിൽക്കാനാണോ താല്പര്യം, അങ്ങനെയെങ്കിൽ ഇത് ഇത്രയുള്ള ചട്ടിയിൽ നിന്ന പ്ലാന്റ് ആട്ടോ, ഞാനത് മാറ്റി നട്ടതാണ്. ഇന്നാണ് ഞാനത് റീപ്പോർട്ട് ചെയ്തത്. കാരണം എനിക്ക് കുറച്ചും കൂടി ബുഷിയായിട്ട് വലിയ ഇലകൾ വേണമെന്ന് തോന്നിയിട്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നട്ട് കഴിയുമ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു ഇലകൾ ആയിട്ട് നിൽക്കും. കണ്ടോ ഇങ്ങനെ. ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ 1250 രൂപക്ക് വാങ്ങി. ആ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഞാൻ 1250 രൂപക്ക് വാങ്ങിയത്. പക്ഷേ ഞാൻ കാണിച്ച ചെടി കുറച്ചും കൂടി ഹെൽത്തി ആയിരുന്നു. ഏകദേശം ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു ടൈപ്പിലുള്ള ചെടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചില്ല. ഈ ഒരു പോട്ടൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, എല്ലാത്തിലും 5 അതിൽ കൂടുതൽ ഇലകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഒരു 2-3 ഇലകൾ ഉള്ളപ്പോൾ തന്നെ സെയിലിനായിട്ട് ഇടാം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ബുഷി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് സെയിലിനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതിൽ നമുക്ക് ഇങ്ങനെയുള്ള പോട്ട് അതാ കറക്റ്റ് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റാണ് ഞാൻ 1250 രൂപ വാങ്ങിയത്. ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി ഇതിൽ ലീവ്സ് വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഞാൻ എന്താ റേറ്റ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു പ്ലാന്റ് സെയിലിന് ഇട്ടാലും അത് കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എനിക്കിത് ഞാനിത് വാങ്ങിയ ഒരാളായതുകൊണ്ട് എനിക്കെങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കിട്ടിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ നിന്നും കുറച്ചും കൂടി നന്നായിട്ട് പ്ലാന്റ്സിനെ ആക്കിയെടുത്തിട്ടാണ് ഞാൻ സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് അല്ല, അതിൽ 2 ഷൂട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇതായിട്ട് തന്നെ നട്ട് കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒത്തിരി ഇലകളാവും. ഇപ്പോഴും ഇലകൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുവാണ് അതിൽ. അപ്പോൾ നമുക്കിതിൽ ഇലകൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഓർത്തു മതി ഇത്രയും വളർത്തിയാൽ മതി, നമുക്ക് സെയിലിനായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ദേ കണ്ടോ, എൻ്റെ മദർ പ്ലാന്റിൻ്റെ അത്രയും തന്നെ ഒരു വലിപ്പത്തിലോട്ട് എത്താറായി ഇവർ. അപ്പോൾ ഇനിയും ഞാൻ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കാണിച്ച മദർ പ്ലാന്റ് ഉണ്ടല്ലോ, ആ പ്ലാന്റ് സെയിൽ വെക്കുവാണെങ്കിൽ നല്ലൊരു റേറ്റ് ആ പ്ലാന്റിനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഇലകൾക്കാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ നോക്കി 2 ഷൂട്ട്സ് ആയിട്ടാണ് എല്ലാം നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. എനിക്ക് അങ്ങനെയൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ സ്ഥലമില്ല. നമുക്ക് ഓൾറെഡി ഇവിടെ ഇങ്ങനെ സെയിലിനായിട്ട് പ്ലാന്റ്സ് നട്ട് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്താണ് ഇവരെയൊക്കെ ഇങ്ങനെ വെച്ച് വളർത്തിയെടുക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ആന്തൂറിയം ക്രിസ്റ്റാലിയത്തിൻ്റെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഈ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ ഓൾറെഡി മദർ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് വേറൊരു പ്ലാന്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് അന്ന് കട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു പ്ലാന്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടാണ് ഞാൻ മദർ പ്ലാന്റ്സിൽ നിന്നാണ് കട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ട ബുഷി പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യത്തേ ഇല്ല. അത് അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റായിട്ട് ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്കതിനെ കട്ട് ചെയ്യാനൊട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് അതിൽ നിന്ന് പ്ലാന്റ്സ് മാറ്റിയാലാണ് വീണ്ടും നമുക്കൊരു മദർ പ്ലാന്റിനെ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് സേഫായിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് തൊടേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. ശരിക്കും ഇതൊരു കുഞ്ഞു പ്ലാന്റായി മാറിയിട്ട് ഞാൻ കട്ട് ചെയ്ത് എനിക്ക് 12 പ്ലാന്റ് ആറ്റ് കിട്ടിയെന്ന് തോന്നുന്നു ഇതിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതൊരു ചെറിയ സിംഗിൾ ഷൂട്ടായി മാറിയ ഒരു പ്ലാന്റ് ആണ്. അതിനുശേഷമാണ് വീണ്ടും ഇത്ര ബുഷിയായത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം തരില്ല. ഇങ്ങനെയുള്ള ഒത്തിരി പ്ലാന്റ്സുകൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് ഇത് മാത്രം മതി. അത്ര ഭംഗിയാണ്. വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര മെയിൻ്റെനൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ സാധാ കൽപ്പൊടിയിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അത്രയും മതി. വേറെ അതിന് മറ്റ് ഇൻഡോർ പ്ലാന്റ്സ് പോലെ വലിയ രീതിയിലുള്ള കെയറിങ് ഒന്നും വേണ്ട. പിന്നെ വെയിലത്ത് നല്ല വെയിലടിക്കണം, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കരുത്. അത് എല്ലാ ഇൻഡോർ ചെടികളിലും ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇലകൾ പൊള്ളിപ്പോകും. അപ്പോൾ അത്യാവശ്യം ഷെയ്ഡും എന്നാൽ വെളിച്ചവും കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം ഇവരെ വെച്ച് വളർത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റാലിനത്തിൻ്റെ റേറ്റ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാറ്റലോഗിൽ ന്യൂ എന്ന് കൊടുക്കുന്ന ഒരു ഹെഡിങ്ങോട് കൂടി കൊടുക്കുന്ന പ്ലാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ പ്ലാൻസൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, റേറ്റ് കുറവിലൊക്കെ വരുന്ന പ്ലാൻസൊക്കെ ഞാൻ ന്യൂവിലൊക്കെ കൊടുക്കും. അപ്പോൾ കാറ്റലോഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഡോർ ചെടികളും നാടൻ ചെടികളൊക്കെയാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാറ്റലോഗ് റെഡി ആയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഇനി കാറ്റലോഗ് എടുക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ
കാറ്റലോഗ് എടുക്കാൻ അറിയില്ല എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ റേറ്റ് പറയാം. അപ്പോൾ 2 ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഞാൻ സിംഗിൾ ഷൂട്ടാണ് 1250 രൂപയ്ക്ക് മേടിച്ചത്. ഇത് 2 ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ്, എങ്കിലും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് റേറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള വൈറ്റ് പ്രിൻസസ് ആണ്, ഫിലോഡെൻഡ്രോൺ. അതിൻ്റെ അടുത്ത് പിങ്ക് പ്രിൻസസ് ഉണ്ട്. ഇത് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്, പക്ഷേ വൈറ്റ് പ്രിൻസസ് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഞാൻ ഈ അടുത്താണ് ഇവരെയൊക്കെ വാങ്ങിയത്. എല്ലാവരുടെയും കയ്യിൽ ഇത് ഓൾറെഡി ഉണ്ടാവും. ഞാൻ ഈ അടുത്ത് ഇവരെ സ്വന്തമാക്കാൻ കാര്യം നിങ്ങൾക്കറിയാം, എനിക്ക് സ്ഥലമില്ല. ഞാനിങ്ങനെ ആഗ്രഹിച്ച് ചിലപ്പോൾ 5-6 മാസങ്ങൾക്ക് ശേഷമായിരിക്കും ആ പ്ലാന്റ് ഞാൻ വാങ്ങുന്നത്. കാരണം എൻ്റെ ഗാർഡനിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലാന്റ് സെയിലായി പോയ ആ ഒരു സ്പേസിലാണ് എനിക്കിഷ്ടമുള്ള എൻ്റെ പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി അടുത്ത ബിഗോണിയ കേട്ടോ. ഇതതിൻ്റെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ മദർ പ്ലാന്റിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ മദർ പ്ലാന്റിൻ്റെ അത്ര തന്നെയായി ഇവരൊക്കെ വളർന്ന്. ഇതൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ കൂടുതലും പുറത്തുനിന്ന് ചെടികൾ എടുത്തിട്ടാണ് അത് സെയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ തന്നെ നട്ടുവളർത്തുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ന്യൂ എന്ന് പറയുന്ന കാറ്റലോഗിൽ ന്യൂ എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ അടിയിലായിട്ട്, കളക്ഷൻ്റെ അടിയിലായിട്ടായിരിക്കും ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് കാണാമല്ലോ, മദർ പ്ലാന്റ് തന്നെയായി ഇവരൊക്കെ. ചിലതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ അതിൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ബിഗോണിയയിൽ, റെക്സ് ബിഗോണിയയിൽ അത്യാവശ്യം എന്താ പറയുക, ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത്. വലിയ ബിഗോണിയ വാങ്ങാൻ പേടിയുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ബിഗോണിയ വളർത്താൻ പേടിയുള്ള ഒരാളാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടം എനിക്ക് ബിഗോണിയ വളർത്താനാണ്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ ചെറിയ സൈസാണ് കേട്ടോ. അപ്പോൾ ചെറിയ സൈസിൻ്റെ റേറ്റും ഞാൻ കൊടുത്തിട്ടുണ്ടാകും, വലിയ സൈസിൻ്റെ റേറ്റും ഞാൻ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ബിഗോണിയ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇത്രയോ ആയി. ഞാനൊരു ചെറിയ സൈസിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഓരോ തിരക്കുകൾ വന്ന് ഞാനിപ്പോൾ നോക്കുമ്പോൾ അവർ അത്രയും വലുതായി. ഈ ബിഗോണിയൊക്കെ എനിക്കിങ്ങനെ വലിയ പോട്ടിലാക്കി സിറ്റൗട്ടിൽ തന്നെ സെറ്റ് ചെയ്യണമെന്നൊക്കെയാണ് കേട്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായത്. പക്ഷെ നമുക്ക് ചെടികൾ വരുന്നതനുസരിച്ചിട്ട് സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ സെയിൽ ചെയ്യാമെന്നാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. കാരണം എനിക്ക് കൊതിയാണ്. അവിടെ എൻ്റെ ഒരു കൊതി അവിടെ പ്രകടമാകും, പ്രത്യേകിച്ച് ബിഗോണിയ ചെടികളിലൊക്കെ. ഇതൊന്നും അത്ര എന്താ പറയുക, ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബിഗോണിയ കളക്ഷൻസ് ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഒരു അവസ്ഥ ആലോചിക്കുവാണ്. എനിക്ക് ഈ ഒരു ഇതൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്കത് സെയിലിന് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊരു ബിഗോണിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതും നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ബിഗോണിയാണ് കേട്ടോ. അതുപോലെ തന്നെ കെയിൻ ബിഗോണിയയുടെ 2 വെറൈറ്റി കൂടി നമുക്കുണ്ട്, അത് കാണിച്ചു തരാം. കുറച്ച് വളർത്തിയെടുക്കാനായിട്ടും അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് പാടുള്ള, അതായത് കുറച്ച് ടൈം എടുക്കുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഞാൻ കാണിച്ച ഗ്രീൻ കളർ ബിഗോണിയൊക്കെ ഞാൻ തരുന്ന സമയത്ത് ഏതെങ്കിലും ലീഫ് ഒന്ന് വാടിയൊക്കെ ഇരിക്കുവാണെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അവർ ഉഷാറായി കാണുമ്പോൾ നിങ്ങൾക്ക് മണ്ണിൽ കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ബിഗോണിയയുടെ ഇലകളൊക്കെ കുറച്ച് വാടിയിരിക്കണണ്ട, നിങ്ങളത് ഉപേക്ഷിക്കരുത്. അതൊന്ന് കട്ട് ചെയ്തൊന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവരൊന്ന് ആ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോയിക്കുന്നതൊന്ന് പെട്ടെന്ന് മാറി ഒരു ഉഷാറാവും. അപ്പോൾ ആ ഇല നിങ്ങൾ നഷ്ടപ്പെടുത്താണ്ട് നിങ്ങൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് വീണ്ടും പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് ഈ സെയിലിനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഞാനൊരു ഇല പോലും അങ്ങനെ കളയാറില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ കെയിൻ ബിഗോണി എൻ്റെ കയ്യിലുള്ളത്, അതിലൊരു പിങ്ക് കളറുണ്ട്. കെയിൻ ബിഗോണിയൊക്കെ എപ്പോഴും കോമൺ ആണ്, ഈസിയാണ് വളർത്തിയെടുക്കാനായിട്ട്. എന്നാൽ ഈ ബിഗോണിയൊക്കെ എപ്പോഴും റേറ്റും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇല കുത്തിപ്പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ബിഗോണിയ ഇപ്പോഴും മാർക്കറ്റിൽ നല്ല റേറ്റോട് കൂടി തന്നെ സെയിൽ ചെയ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഞാനും കുറച്ച് റെയർ വെറൈറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവരൊന്നും ഉണ്ടായി വരുന്ന അത്ര ഈസിയിൽ അവർ ഇലകളിൽ വേര് വന്നിട്ടുണ്ടെങ്കിലും പ്ലാന്റ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ സെയിലിനായിട്ട് ഇടും കേട്ടോ. അപ്പോൾ അടുത്തത് എൻ്റെ കയ്യിലുള്ള കെയിൻ ബിഗോണിയ കാണിച്ചു തരാം. ഈ കെയിൻ ബിഗോണിയ വലിയൊരു പ്ലാന്റ് ആയിട്ടാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏതൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും കമ്പുകൾ കളക്ട് ചെയ്ത്, കമ്പല്ല അതിൻ്റെ ആ തണ്ട് ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് നട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള കെയിൻ ബിഗോണിയാണ്. ഒരു പിങ്ക് കളറാണ്. ഇവിടെ ഒരു മഴക്കാറുള്ളതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നിൽക്കുന്നത്. നല്ല തിളക്കമുള്ള പിങ്ക് കളറിലെ ബിഗോണിയാണ്. പിങ്കും ഒരു സിൽവറും കൂടി ചേർന്ന് തിളങ്ങുന്നതെന്നൊക്കെ പറയാം. അതുപോലെ ഇത് കയ്യിലുള്ള ഈ പ്ലാന്റ് കയ്യിലുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഭംഗി. അതുപോലെ തന്നെ ഇതും വേറൊരു കെയിൻ ബിഗോണിയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ ഒടിച്ച് കുത്തി തന്നെ
തന്നെ പോട്ട് ബുഷിയാക്കി എടുക്കാൻ പറ്റുന്ന ബിഗോണിയാണ്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. പിന്നെ നമ്മുടെ റോസ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മദർ പ്ലാന്റ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് നോക്കാം, ഓർഡർ ചെയ്യാം. നമുക്ക് വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്, കോഴ്സ് വഴിയല്ല. അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാൻ നോക്കുക. കാറ്റലോഗ് എടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. എപ്പോഴും ചെയ്യുന്ന പോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി കേട്ടോ. കാറ്റലോഗ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് അത് എടുക്കാൻ പറ്റുന്നുണ്ട്, ചില കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കാറ്റലോഗ് ഇട്ട് പോകാൻ പറ്റുന്നുണ്ട്. ചില കസ്റ്റമേഴ്സിന് അത് എററാണ് കാണിക്കുന്നത്, അത് എന്താണെന്നറിയില്ല. ചില സമയത്ത് യൂട്യൂബിൽ അങ്ങനെ വരുന്നുണ്ട് എറർ. ഇനി അഥവാ കാറ്റലോഗ് നിങ്ങൾക്ക് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന അതേ ആ ഒരു ഇതിൽ തന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് വ്യൂ കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാറ്റലോഗ് കിട്ടും. സിമ്പിളാണ്. നിങ്ങൾ ഓൾറെഡി വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ചാറ്റിൽ തന്നെ ഉണ്ട്. മുകൾ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ കോണ്ടാക്ട് കാണും. അതിൽ തൊട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് എത്തും. ഇതറിയില്ലാത്തവരുണ്ട് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈസി ആയിട്ട് കാറ്റലോഗ് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ.